ഹായ് ഹലോ ഓൾ HB സയൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് സെമസ്റ്റർ ഫിസിക്സിൻ്റെ 5ാമത് യൂണിറ്റായ ഇലാസ്റ്റിസിറ്റിയിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ആംഗിൾ ഓഫ് ട്വിസ്റ്റിനെ പറ്റി ആൻഡ് ഷിയറിംഗ് സ്ട്രെയിനെ പറ്റിയാണ്. എന്താണ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്, എന്താണ് ഷിയറിംഗ് സ്ട്രെയിൻ, ഇവരുടെ വാല്യൂ എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നു, ഇതൊക്കെ പഠിച്ചാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള വലിയ വലിയ എസ്ഐ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നു. നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാനൊരു സിലിണ്ടറിക്കൽ മെറ്റീരിയൽ എടുത്തു, ഒരു സിലിണ്ടറിക്കൽ മെറ്റീരിയൽ. ഈ സിലിണ്ടറിക്കൽ മെറ്റീരിയലിൻ്റെ ലോവർ എൻഡ് സെൻറ്ററിന് ഞാൻ O എന്ന് പേര് കൊടുത്തു, O. അപ്പർ എൻഡ് സെൻറ്ററിന് ഞാൻ O' എന്ന് പേര് കൊടുത്തു. ഇവർ തമ്മിൽ ഞാൻ ലൈൻ വരച്ചു. ഈ ലൈൻ ടുവേർഡ്സ് ദ സെൻറ്റർ, ഇതിൻ്റെ സെൻറ്റർ വഴി പാസ് ചെയ്ത് പോകുന്ന ഒരു ആക്സിസ് ആണേ. ഞാൻ ഇതിനെ നേരെ വരച്ചു, ഈ ബ്ലാക്ക് കളർ ആക്സിസ്. ഓക്കെ അല്ലേ? നിങ്ങൾ വൃത്തിക്ക് വരയ്ക്കുക. ഞാൻ നമ്മുടെ ഈ റൈറ്റിംഗ് ബോർഡിൽ എഴുതുമ്പോഴുള്ള പ്രശ്നമാണ് ഇങ്ങനെ വന്നത്. ഓക്കെ അല്ലേ? അടുത്ത് ഞാൻ ഒരു കാര്യം പറയുന്നു. ഇതിന്റെ അപ്പർ ആക്സിസ് ഞാൻ വരയ്ക്കുന്നു, അതിന്റെ ഒരു ഡയമീറ്റർ ഞാൻ വരയ്ക്കുന്നു. അപ്പർ ഡയമീറ്റർ, ലോവർ ഡയമീറ്റർ ഞാൻ വരച്ചു. ഓക്കെ അല്ലേ? നൗ ഇതിന്റെ അപ്പർ എൻഡ് ഉണ്ടല്ലോ, അപ്പർ എൻഡ്, ഈ മെറ്റീരിയലിന്റെ അപ്പർ എൻഡ്, അതായത് ഈ ഭാഗം ഞാൻ ഫിക്സ്ഡ് ആക്കി വെക്കുക. ദാറ്റ് ഈസ് അപ്പർ എൻഡ് ഈസ് ഫിക്സ്ഡ്. അത് അനങ്ങത്തില്ല, അത് അവിടെ തന്നെ ഇരിക്കും. എത്രമാത്രം ഫോഴ്സ് ഞാൻ കൊടുത്താലും ഇത് ഇവിടെ അനങ്ങത്തില്ല. ഇതൊരു റിജിഡ് സപ്പോർട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ അപ്പർ എൻഡിനെ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫോഴ്സ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് താഴെയാണ്. ഓക്കെ അല്ലേ? അതായത് ഞാൻ ഇവിടെ ഒരു ടോർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നു, ഒരു ട്വിസ്റ്റിംഗ് ടോർക്ക്. അതായത് നിങ്ങൾക്ക് മനസ്സിലായി കാണണം, ഇങ്ങനെ നിങ്ങൾ മനസ്സിലാലോചിക്കുക. ഒരു റോപ്പിനെ കെട്ടിയതിന് ശേഷം താഴെ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് ട്വിസ്റ്റ് ചെയ്യുക. ഈ ആരോ മാർക്ക് കൊടുത്ത സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്യുക അറിയാമല്ലോ നിങ്ങൾക്ക്, നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ആക്കത്തില്ലേ, ട്വിസ്റ്റ് ചെയ്യത്തില്ലേ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും, ഇങ്ങോട്ടേക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ടോർക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരു ചെറിയൊരു റെഫറൻസ് പോയിന്റ് വരയ്ക്കുകയാണ്. അതായത് ട്വിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു റെഫറൻസ് ലൈൻ വരച്ചു. ആ ലൈൻ ഇവിടെയാണെന്ന് വിചാരിക്കും, AB. ഞാൻ ഇവിടെ വരച്ചു. ഇവിടെ ഇത് ലാറ്ററൽ സൈഡിലാണ് വരച്ചിരിക്കുന്നത്, ലാറ്ററൽ സൈഡിലാണ്. ഇത് 3D ഷേപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റണം. അതിന്റെ ലാറ്ററൽ സൈഡിലാണ് ഞാൻ എന്ത് വരച്ചിരിക്കുന്നത്, ഈ ആക്സ് വരച്ചിരിക്കുന്നത്. ഞാൻ AB എന്ന് വരച്ചു. ഇതിന്റെ പ്രത്യേകത, ഇതിപ്പോ എവിടെ ഇരിക്കുക, ഈ പോയിന്റ് ഇരിക്കുക എപ്പോ, ബിഫോർ ട്വിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ AB ഇവിടെ ഇരിക്കുക. ഞാൻ എന്ത് ചെയ്തു, താഴെ നിന്ന് നമ്മുടെ കൈ ഉപയോഗിച്ച് എന്ത് ചെയ്തു, ഇതിനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇവിടെ അനങ്ങത്തില്ല. കാര്യം എന്താ, ഈ അപ്പർ എൻഡ് ഫിക്സ്ഡാ. സോ ഇവിടെ അനങ്ങത്തില്ല. പക്ഷെ ഈ ഭാഗം എന്ത് ചെയ്യും, ഇവിടുന്ന് പോയിട്ട് ഈ പോയിന്റ് പോയിട്ട് ബാക്കിയുള്ള എല്ലാ ഭാഗവും ഇങ്ങോട്ടേക്ക് പോകത്തില്ലേ, സൈഡിലേക്ക് പോകത്തില്ലേ. കാര്യം എന്താ, ഞാൻ താഴെ നിന്ന് എന്ത് കൊടുത്തു, ഒരു ട്വിസ്റ്റിംഗ് ടോർക്ക് കൊടുത്തു. അതായത് ഈ ലൈൻ എങ്ങോട്ടേക്ക് പോകും, ഈ ലൈൻ ഇങ്ങോട്ടേക്ക് പോകും. പോകത്തില്ലേ? യെസ്. അതായത് ഇപ്പൊ ഈ B എന്നുള്ളത് ഇങ്ങോട്ട് B' പോകും. എന്തുകൊണ്ടാ, ബിക്കോസ് ഓഫ് ട്വിസ്റ്റിംഗ് ആണല്ലോ. ഇവിടെ ഞാൻ 2 ആംഗിൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോവാണ്. 2 ആംഗിൾസ്. ഫസ്റ്റ് ആംഗിൾ ഞാൻ വരയ്ക്കുന്നത് താഴെയാണ്. ഞാൻ വീണ്ടും റെഡ് കളർ തന്നെ ഉപയോഗിച്ചു, ഡാർക്ക് റെഡ് കളർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്ത് തരാം. അത് ഇവിടെ ഈ സെന്ററിൽ ഒരു ആംഗിൾ ഉണ്ടാവും. നോക്ക്, ഞാൻ ഈ ഓയിൽ നിന്നും ബിയിലേക്കും ലൈൻ വരച്ചു, B' ലൈൻ വരച്ചു. കണ്ടല്ലോ, ഈ 2 ലൈൻ, റെഡ് ലൈൻ. ഇവർക്കിടയിൽ ഒരു ആംഗിൾ ഉണ്ടാവത്തില്ലേ, നിങ്ങൾക്ക് കാണാമല്ലോ. an angle made between OB and OB' അല്ലേ? ദാറ്റ് ഈസ് ആംഗിൾ BOB' എന്ന് പറയാം. ഈ ആംഗിളിന് ഞാൻ പേര് കൊടുത്തു തീറ്റ എന്ന് പേര് കൊടുത്തു. ദിസ് ആംഗിൾ നെയിംഡ് as തീറ്റ. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവത്തില്ലേ, ഇവിടെ ഒരു ആംഗിൾ, ഈ മുകളിൽ ഒരു ആംഗിൾ ഉണ്ടാവത്തില്ലേ ഇവിടെ. ഈ ആംഗിളിന് ഞാൻ ഫൈ എന്ന് പേര് കൊടുത്തു. ഓക്കെ അല്ലേ? ഈ കിട്ടിയ 2 ആംഗിൾസ്, ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിളിനെ, ഈ താഴെ കിട്ടിയ ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിളിനെ പറഞ്ഞ പേരാണ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ഇനി മുകളിൽ കിട്ടിയ ഈ ഫൈ എന്ന് പറയുന്ന ഈ ആംഗിളിനെ പറയുന്ന പേരാണ് എന്ത്, ഷിയറിംഗ് സ്ട്രെയിൻ. ഷിയറിംഗ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഷിയർ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഷിയർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇത്ര ഈസി അല്ലേ? ഓർ നമുക്ക് ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയാം. ഷിയറിംഗ് സ്ട്രെയിൻ, ഫൈ ഈസ് ദ ഷിയറിംഗ് സ്ട്രെയിൻ. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുവാണ്. ഞാൻ എന്തെല്ലാം ഇവിടെ ചെയ്യുന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ വേണ്ടി പോവാണ്. ദാറ്റ് ഈസ്, കൺസിഡർ എ സിലിണ്ടർ.
consider a cylinder. The അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലേ, കൺസിഡർ സിലിണ്ടർ. ലെറ്റ് AB is the reference line. AB is the reference line. It is fixed. ഈ AB ലൈൻ എങ്ങനെയാ ഫിക്സ്ഡ്? ഇറ്റ് ഈസ് ഫിക്സ്ഡ് ഫ്രം അപ്പർ എൻഡ്. ഈ കണ്ട ഈ എൻഡിലെ ഈ AB എന്ന് പറയുന്ന ലൈൻ എടുക്കുവാണെങ്കിൽ ഈ അപ്പർ എൻഡ്, ഈ എൻഡ്, ഈ റെഡ് കളർ മാർക്ക് ചെയ്യുന്ന ഈ എൻഡ് ഫിക്സ്ഡ് അല്ലേ, റെഫറൻസ് ലൈൻ. ഇറ്റ് ഈസ് ഫിക്സ്ഡ് ഫ്രം അപ്പർ എൻഡ്. നമ്മൾ എവിടെ ട്വിസ്റ്റ് ചെയ്തത്? ആൻഡ് ട്വിസ്റ്റഡ് ഓൺ ദ ലോവർ എൻഡ്. ആൻഡ് ട്വിസ്റ്റഡ് ഓൺ ദ ലോവർ എൻഡ്. Twisted on the lower end. Okay അല്ലേ? Then what happens? The reference line AB, ഇത് വേറെ പേരെ പറയും, ഇന്ന് ജനറേറ്റിംഗ് ലൈൻ എന്ന് വേണമെങ്കിലും പറയാം. ജനറേറ്റിംഗ് ലൈൻ എന്ന് വേണമെങ്കിലും പറയാം. ജനറേറ്റിംഗ് ലൈൻ ഗെറ്റ് ട്വിസ്റ്റഡ് ടു ഏത് പോയിന്റിലോട്ട് പോകും? AB എന്നുള്ളത് AB ഡാഷിലോട്ട് പോകും അല്ലേ, ട്വിസ്റ്റഡ് ടു AB ഡാഷ്. ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും പക്കയല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ട് ആംഗിൾ ഫോം ചെയ്യും. ഫസ്റ്റ് ആംഗിൾ ഏതാ? BOB ഡാഷ്. ആംഗിൾ BOB ഡാഷ് ഈസ് കോൾഡ് വാട്ട്? തീറ്റ, ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദി ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ക്ലിയർ അല്ലേ? ഇനി ആംഗിൾ BAB ഡാഷ് നോക്കണം. ആംഗിൾ BAB ഡാഷ്, ആംഗിൾ ഈ ആംഗിൾ BAB ഡാഷ്, ഈ ഫൈ എന്ന് പറയുന്ന ആംഗിൾ. ആംഗിൾ BAB ഡാഷ്, ഇറ്റ് ഈസ് ഫൈ, ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ആംഗിൾ ഓഫ്, അല്ലെങ്കിൽ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയാം. ഷിയറിംഗ് സ്ട്രെയിൻ. ഓക്കെ അല്ലേ? നമുക്ക് എന്തൊക്കെ മനസ്സിലായി? എന്താണ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ന് മനസ്സിലായി, എന്താണ് ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് മനസ്സിലായി. ഇനി ഇതിന്റെ എല്ലാം വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾ നോക്കണം, ഈ താഴെ ഞാൻ വരച്ചിരിക്കുന്ന ഈ ഇതുണ്ടല്ലോ, ഈ സർക്കുലർ പാർട്ട്, അതായത് ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഞാൻ കുറച്ച് മുകളിലോട്ട് ആക്കിയെന്നായിരിക്കും, കുറച്ച് ഇങ്ങോട്ടേക്ക് ആക്കിയെന്നായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഡിക്രീസ് ചെയ്യും. നമ്മൾ ഈ ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടല്ലോ, ഫിക്സ്ഡ് പോയിന്റ്, ഈ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇപ്പൊ താഴെ ഈ ബോട്ടം ഭാഗവും സർക്കിൾ തന്നെയാ ആണല്ലോ. നമുക്കിതിനി ഈ സർക്കിളിന് ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ആക്കാം. ഇതും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, ഈ സിലിണ്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, ആണോ അല്ലേ? അല്ലേ? നമുക്ക് ഇതിനെ വേണമെങ്കിലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയാം. ഇതെല്ലാം ഈ സിലിണ്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇതാണ്, ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച്, ദാറ്റ് ഈസ് ഈ ഇഫ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ approaches to the fixed point. What is the fixed point? A. Approaches to the fixed point. Approach to the fixed point. The angle of twist. The angle of twist, അതായത് തീറ്റ, തീറ്റയുടെ വാല്യൂ will decreases. എന്തെയും കുറഞ്ഞു കുറഞ്ഞു വരും കേട്ടോ. ഇനി തീറ്റയുടെ വാല്യൂ മുകളിലോട്ട് പോയിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഉണ്ടാകുന്ന തീറ്റയുടെ വാല്യൂ എങ്ങനെയാവും? കുറഞ്ഞു കുറഞ്ഞു വരും. തീറ്റ ബിക്കംസ് കുറഞ്ഞ്. ഇനി എപ്പോഴാണോ and when it reaches the point A, when it reaches the fixed point A, theta becomes 0. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നിന്നുള്ള നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ലായിരിക്കും, കാരണം ഇതിങ്ങോട്ട് ചരിഞ്ഞിരിക്കുക. ചരിയുമ്പോഴത്തേക്ക് ഇത്രയും ഭാഗം ഇങ്ങനെ ചുളുങ്ങിയാ വരിക, കോൺട്രാക്ട് ചെയ്യും ഇത്രയും ഭാഗം. സോ മുകളിലോട്ട് നമ്മളിങ്ങനെ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വരയ്ക്കുന്ന തോറും ഇവിടുത്തെ ഈ തീറ്റ കുറഞ്ഞു വരും. അതിന് എയിൽ എത്തുമ്പോഴോ, ഈ എ എന്ന പോയിന്റിലേക്ക് എത്തുമ്പോഴോ തീറ്റയുടെ വാല്യൂ 0 ആവും.
പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഷിയറിംഗ് സ്ട്രെയിൻ ഉണ്ടല്ലോ, ഷിയറിംഗ് സ്ട്രെയിൻ എത്ര ഹൈറ്റിലേക്ക് പോയാലും നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ ഇപ്പൊ ഇവിടെ കുറെ സർക്കിൾ വരച്ചു, ഈ എല്ലാ സർക്കിൾ നോക്കിയാലും അവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഫൈയുടെ വാല്യൂ അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് ഇങ്ങോട്ട് വരച്ചാലും ഇവിടെ നിങ്ങൾ ലൈൻ വരയ്ക്കുവാണെങ്കിൽ എന്ത് തന്നെ കിട്ടും, ഫൈയുടെ വാല്യൂ അത് തന്നെ ആയിരിക്കും. നോക്കി നോക്ക് നിങ്ങൾ, എല്ലാ സർക്കിളും എല്ലാ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നോക്കിയാലും ഇവിടുത്തെ ഫൈയുടെ വാല്യൂ സെയിം തന്നെ ആയിരിക്കും. അതായത് ദ വാല്യൂ ഓഫ് ഫൈ, അതായത് ആംഗിൾ ഓഫ് സ്ട്രെയിൻ, that is phi, do not depends on area of cross section. മനസ്സിലായോ? രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഈ പറഞ്ഞ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതനുസരിച്ച് എന്തിന്റെ വാല്യൂ കുറയും? ഈ പറഞ്ഞ ആംഗിൾ ഓഫ് ട്വിസ്റ്റിന്റെ വാല്യൂ കുറഞ്ഞു വരും. അതിന് എപ്പോഴാണോ എയിൽ എത്തുന്നത് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് 0 ആവും. പക്ഷെ എന്തിന്റെ വാല്യൂ മാറത്തില്ല, ഈ ഷിയറിംഗ് സ്ട്രെയിൻ അല്ലെങ്കിൽ ഈ ആംഗിൾ ഓഫ് ഷിയറിന്റെ വാല്യൂ ഫൈ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും മാറത്തില്ല. അതിന്റെ വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. സോ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി വിശ്വസിക്കുന്നു ഞാൻ. ഈ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്താണെന്ന് മനസ്സിലായി കാണണം. ഷിയറിംഗ് സ്ട്രെയിൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഷിയറിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഫിഗർ ദയവ് ഇത് കാണാതെ പഠിക്കരുത്, ഇങ്ങനെ വരച്ച് തന്നെ പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ചെയ്തു നോക്കാന്നുള്ളതേ ഉള്ളൂ. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഒരു കയറോ സ്പോഞ്ചോ എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടുത്തെ ഈ വാല്യൂ ഇങ്ങനെ ഇങ്ങോട്ട് ഒരു സൈഡിലേക്ക് മാറി പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എത്ര മാത്രം ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കാൻ നോക്കുന്നോ ഈ സെൻട്രൽ ആംഗിൾ ഇവിടുത്തെ തീറ്റ ആയിരിക്കത്തില്ല, ഇവിടെ കുറവായിരിക്കും, ഇവിടെ നമുക്ക് കുറച്ചുകൂടെ കുറവായിരിക്കും. എയിലെത്തുമ്പോഴോ തീറ്റയുടെ വാല്യൂ 0 ആവും. പക്ഷെ എന്തിന്റെ വാല്യൂ ഒന്നും മാറത്തില്ല, ഈ പറഞ്ഞ ഫൈയുടെ വാല്യൂ അങ്ങനെ തന്നെ ഇരിക്കും, ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മാറത്തില്ല. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് HP സയൻസ് ക്ലാസ്സസ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ചോദിക്കാം, ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. സോ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് HP സയൻസ് ക്ലാസ്സസ്.